കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സെക്ഷനെ കുറിച്ചിട്ടാണ്. അതായത് സിവിൽ പ്രൊസീജിയർ കോഡിലെ ഓർഡർ 38 റൂൾ 6 ക്ലോസ് 2 എന്ന് പറയുന്ന ഒരു പോർഷൻ. അതായത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മുടെ പറമ്പിനെതിരെയായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ഓർഡർ റദ്ദാക്കാനായിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഓർഡർ 38 റൂൾ 6 ക്ലോസ് 2 ഉപയോഗിക്കുന്നത്. അതായത് അറ്റാച്ച്മെൻറ്റ് നിലനിൽക്കാനുള്ള സാഹചര്യമില്ലെന്ന് കോടതിയെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ പ്രോപ്പർട്ടി വിൽക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് നിങ്ങൾ കോടതിയെ ബോധിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഫോൾസ് അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതായത് പലപ്പോഴും ഭാര്യയുടെ ഇല്ലാത്ത സ്വർണ്ണങ്ങൾ ഭർത്താവിൻ്റെ വീട്ടുകാരോ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പലപ്പോഴും അവർ എന്ത് ചെയ്യാറുണ്ട്, അറ്റാച്ച്മെൻറ്റ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മളെ ഗോൾഡ് എടുത്തിട്ടില്ല എന്നും അത്രമാത്രം ഗോൾഡ് വാങ്ങാനായിട്ടുള്ള കാര്യപ്രാപ്തി ഈ പറയുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇല്ല എന്നും കേസ് കഴിയുന്നത് വരെ വീടോ പറമ്പോ നമ്മൾ വിൽക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നും കോടതിയെ നമ്മൾ ബോധിപ്പിക്കുകയും അത് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് എന്നുള്ള സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റദ്ദാക്കുവാനായിട്ട് സാധിക്കും. ഇത് റദ്ദാക്കുവാനായിട്ട് കൊടുക്കുന്ന പെറ്റീഷനെ പറയുന്ന പേരാണ് ലിഫ്റ്റിംഗ് പെറ്റീഷൻ എന്നുള്ള പേരിലും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.